വീട്ടിൽ വെറുതെ കളഞ്ഞിരിക്കുന്ന ഒരു ജീൻസ് കൊണ്ട് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ഒരു അടിപൊളി ഡ്രസ്സ് ഉണ്ടാക്കിയാലോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സ് നമുക്കിന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് ബിവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വളരെ പഴയ ഒരു ജീൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അടിപൊളി ഡ്രസ്സ് തയ്യാറാക്കാം. ആദ്യം തന്നെ ജീൻസിനെ ഇതേപോലെ നിവർത്തി എടുക്കുക. ഈ ഒരു ജീൻസ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് നിന്നാണ് ഞാൻ തുണികൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 വയസ്സ് പ്രായമായ കുട്ടികളുടെ മെഷർമെൻറ്റ്സാണ് പറയുന്നത്. 16.5 ഇഞ്ച് ലെങ്ത്തിൽ ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുക. ഏകദേശം 2 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ ഒരു മെഷർമെൻറ്റ്സ് മതിയാകും. അല്ലാത്തവർക്ക് പഴയ ഒരു ഡ്രസ്സിൻ്റെ ഏകദേശം ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വെച്ച് ഇത് സെലക്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ 2 പീസിനെയും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് 2 പീസ് മെയിനായിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. നമുക്കെങ്ങനെ സ്കേർട്ടാക്കി മാറ്റാമെന്ന് നോക്കാം. 4 ഇഞ്ച് വീതിയിലുള്ള വേറൊരു പീസ് കൂടി മാർക്ക് ചെയ്തെടുക്കുക. അത് ഇതിൻ്റെ മുകളിലത്തെ ബാക്കി ഭാഗത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് വീതിയിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ സൈഡൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ നല്ല ഒരേപോലെ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് മടക്കുക. എന്നിട്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ മടക്കി ഏറ്റവും എൻഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 പീസിലും ഇതേപോലെ ചെയ്തെടുക്കണം. സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 എൻഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പതിച്ച് തയ്ച്ച് കൊടുക്കുക 2 സൈഡിലും. എങ്കിൽ മാത്രമേ അത് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുകയുള്ളൂ. ഇത് നമ്മളെ സ്കേർട്ടിൻ്റെ ഷോൾഡർ പീസ് വരുന്ന ഭാഗമാണ്. അതില്ലാതെയും നമുക്ക് സാധാരണ സ്കേർട്ടായിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇനി ഈ ഒരു തുണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലെ ഒന്ന് മടക്കി കൊടുക്കുക. 2 പീസിലും അതേപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ എൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇലാസ്റ്റിക് വരുന്ന ഭാഗമാണിത്. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 പീസിലും ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം. 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഒരു 22 ഇഞ്ചാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പം 10 ഇഞ്ചായിരുന്നു എനിക്ക് അരവണ്ണം മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. അതിൻ്റെ ഡബിൾ, അതായത് 20 ഇഞ്ച്, അതിനോട് 2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 22 ഇഞ്ചാണ് ഒരു 1.5-2 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഇലാസ്റ്റിക്കിൻ്റെ വീതി അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡിനും ബാക്ക് സൈഡിനും കൂടി വേണ്ടുന്ന ഇലാസ്റ്റിക്കാണ്. നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ 2 പീസിലും ഇതേപോലെ സെൻറ്ററിൽ വെച്ചിട്ട് ഇലാസ്റ്റിക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അതിലേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത 2 ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം 11 ഇഞ്ചാണ് വരുന്നത് ഒരു പീസ്. എന്നിട്ട് അതിനെ ഒരു പിന്ന് യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. അങ്ങനെ 2 പീസിലും ചെയ്തെടുക്കണം.
2 പീസിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എൻഡ്, ആ 2 പീസിൻ്റെയും എൻഡ് തമ്മിൽ കണക്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 എൻഡും കണക്ട് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് വിട്ടു പോവാതിരിക്കാൻ അവിടെ വല്ല പിന്നോ മറ്റോ യൂസ് ചെയ്തുകൊണ്ട് ആദ്യം തന്നെ ടൈറ്റ് ചെയ്ത് വെക്കണം. ഇനി 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് പോക്കറ്റ് വെക്കണം. അതിന് വേണ്ടി ഈ പോക്കറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. സ്കേർട്ടിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഷോൾഡറൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് പോക്കറ്റൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. താഴെ 2 സൈഡിലായിട്ടാണ് ഇവിടെ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഈ പോക്കറ്റിൻ്റെ മുകളിലൊക്കെ നമുക്ക് വല്ല ലേസൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി എടുക്കാം. ഞാനൊരു വൈറ്റ് ലേസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കും പോക്കറ്റിനെ. അങ്ങനെ 2 പോക്കറ്റും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. 2 കാലിൻ്റെ ഭാഗത്തു നിന്നും 1.5 ഇഞ്ച് വീതം ഉള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഈ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ചുരുക്ക് പോലെ വെച്ച് കൊടുക്കണം. ജീൻസ് ആയതുകൊണ്ട് അതിൻ്റെ സൈഡൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട. അതങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു ഭംഗിയാണ്. അപ്പം അത് ഇനി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞൊറി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുകൾ ഭാഗത്തെ പീസ് എടുക്കുക. എന്നിട്ട് അവിടെ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. 7.5 ഇഞ്ചായിരുന്നു അതിൻ്റെ ഒരു ഷോൾഡറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 7.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. കുറച്ച് മുകളിലേക്ക് കയറി നിൽക്കണമെങ്കിൽ 7 ഇഞ്ച് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിവിടെ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് എൻഡിൽ നിന്ന് 3 ഇഞ്ച് വരുന്ന ഭാഗമാണ്. അപ്പോൾ 3 ഇഞ്ച് വരുന്ന ഭാഗത്ത് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഷോൾഡർ പീസിന് കുറച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ ചെയ്യാം. മെഷീനിൽ സൗകര്യം ഉള്ളതുകൊണ്ട് ചെയ്തേ ഉള്ളൂ. സാധാരണ മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക് അത് പറ്റില്ല. അപ്പം ഇതേപോലെ ആ പീസിന് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അങ്ങനെ 2 സൈഡിലായിട്ട് ഇതിനെ ഷോൾഡർ പീസിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നല്ല ഭംഗിയുള്ള നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നമുക്ക് കിട്ടുന്നത്. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ലേസൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടൺസ് വെച്ച് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. 4 ബട്ടണാണ് വേണ്ടത്. 2 എണ്ണം ഒരേപോലെയുള്ളതും 2 എണ്ണം വേറെ ടൈപ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരേപോലത്തെ ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതേപോലെ ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നൂലും സൂചിയും ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ ഒരു പഴയ ജീൻസ് കൊണ്ട് അടിപൊളി ഡ്രസ്സ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.